ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു തുടക്കം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇവൻറ്റ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു ലോഗോ പ്രകാശനം കൂടെ ഉണ്ട്. ആൻഡ് അത് ഏറ്റുവാങ്ങുന്നത് സൂര്യയുടെ പാർട്ണറാണ് അല്ലേ, ഷഹനാസ് ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? അതോടൊപ്പം തന്നെ സന്തോഷിന് ഇടവും വലവുമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യയെ കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഭാര്യ വന്നിട്ടുണ്ട്. ബിൻസി ലോഗോ കൊണ്ട്. ഷഹനാസിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഷഹനാസ് റൈറ്റർ അല്ലേ, നല്ലൊരു എഴുത്തുകാരിയാണ്, റൈറ്ററാണ്. ആൻഡ് അതോടൊപ്പം സൂര്യയുടെ ലൈഫ് പാർട്ണർ, ഇത് ബിസിനസ് പാർട്ണറാണ്. ബിസിനസ് പാർട്ണറാണ്, ലൈഫ് പാർട്ണർ വരുന്നുണ്ട് ഞങ്ങളുടെ ബിൻസി. അതുണ്ട് ഞങ്ങളുടെ ബിൻസിനെയും ആൻഡ് സൂര്യയുടെ 2 കുട്ടികൾ ഇവിടെ ഉണ്ട്, സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ആൻഡ് ഇവിടെ നൗ നമ്മളുടെ ലോഗോ ലോഞ്ചിങ് സെറമണിയിലേക്കാണ് കടക്കുന്നത്. സോ മേ ഐ റിക്വസ്റ്റ് ടു ഹണി ആൻഡ് റോഷൻ. ചെയ്യട്ടെ, ലോഗോ പ്രകാശനം ഇവിടെ നിർവഹിക്കപ്പെടാനായിട്ട് പോവുകയാണ്. സോ ഹിയർ വി ന്യൂലി ഇൻട്രൊഡ്യൂസ് സൂര്യ ക്രിയേഷൻസ് മീഡിയ. So wishing you all the very best, Surya and the entire team. നല്ലൊരു എഴുത്തുകാരിയാണെന്ന് അറിയാം. ഇപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുന്ന ആളുകൾക്കറിയാം, വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇത്. ഞാൻ ഇവിടെ പറയുന്നില്ല, ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഈ സമയത്ത് ഈ തിരക്കിൻ്റെ ഇടയിൽ, ഇലക്ഷൻ്റെ തിരക്കാണ്, അതിൻ്റെ ഒരു ഓട്ടത്തിലാണെന്നറിയാം. ഈ സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത് ഞങ്ങളുടെ ടീമിനെ കണ്ടപ്പോൾ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹണി റോസിന് വേണ്ടി ചാനൽ ചർച്ചയിൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കറിയില്ല, പക്ഷെ അവരെന്ന വ്യക്തി എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തി സംസാരിപ്പിച്ചത്. അപ്പം എപ്പോഴും എന്താ പറയുക, സ്ത്രീപക്ഷമില്ല എന്നൊക്കെ പറയുമ്പോഴും ഞാൻ സ്ത്രീപക്ഷത്തിന് വേണ്ടി പറയുകയും സംസാരിക്കുകയും എഴുതുകയും കൂടി ചെയ്യുന്ന ഒരാളാണ്. പിന്നെ മാഡത്തിനെ എനിക്ക് ആദ്യമേ അറിയാം, റോഷൻ്റെ പിതാവിനെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിനിമയുടെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ ഇവിടെ പങ്കെടുക്കണമെന്ന് തോന്നി. മാത്രമല്ല സൂര്യ ഇവിടെ മാത്രമല്ല, ദുബായിൽ ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്ന് ഇവിടെയും ദുബായിലുമൊക്കെ ആയി ചെയ്യാനുള്ള പരിപാടികളുണ്ട്. പിന്നെ ഇതിന് എല്ലാവിധ ഇങ്ങനെ ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമായിട്ട് സൂര്യ ഇവിടെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ക്രൗഡിനെയൊക്കെ ഈ ഒരു ചടങ്ങിന് എല്ലാവിധ എന്താ പറയുക നന്ദിയും നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്. റേച്ചൽ സിനിമ വലിയ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഇതിലൊരു ശക്തമായ സ്ത്രീ നായികയുണ്ട്, പിന്നിലൊരു ശക്തിയായൊരു സ്ത്രീയുണ്ട്. അപ്പോൾ ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷം. ഈ വാക്കുകൾക്ക് സിനിമയോടൊപ്പം യാത്ര ചെയ്യണം കേട്ടോ. ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള തിരക്ക് മാറ്റി ഉറപ്പായിട്ടും റേച്ചലിന്റെ കൂടെ റേച്ചൽ ഇറങ്ങുന്ന ദിവസം മുതൽ വിജയത്തിനൊപ്പം ഉണ്ടാവും. നിങ്ങൾ വിചാരിച്ച കുറേ ആളുകൾ തിയേറ്ററിലേക്ക് എത്തും. അത്രമാത്രം ഇഷ്ടപ്പെടുന്ന, പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ചാനൽ ചർച്ചയിലൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അത്ര ആദരവോടുകൂടി ഞാൻ പറയുന്നത്. താങ്ക് യു. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്.